കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര മേപ്പയ്യൂർ റൂട്ടിലുള്ള മമ്മളിക്കുളം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൽപ്പത്തൂരിടം പരദേവത ഭഗവതി ക്ഷേത്രമാണിത്. മധ്യകാല കേരള ക്ഷേത്ര നിർമ്മിതിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായ കൽപ്പത്തൂരിടം പരദേവത ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളീയ ചുമർചിത്രകലയുടെ ഈറ്റില്ലമായ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട തൊടീക്കളം ക്ഷേത്രത്തിലെ ശില്പ നിർമ്മിതികളുമായി സാമ്യം പുലർത്തുന്നുണ്ട് ഇവിടുത്തെ നിർമ്മിതികളും. മഹാഭാരതം, രാമായണം, മറ്റ് പുരാണ കഥാരംഗങ്ങൾ അതിമനോഹരമായി പാനലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. കിഴക്ക് ചെങ്കൽ നിർമ്മിതമായ പടിപ്പുര, തെക്ക് കേരളീയ പരമ്പരാഗത ഇരുനില മാളിക, ചെറിയ ശ്രീകോവിലുകൾ, ഗണപതിയുടെ പ്രതിഷ്ഠ, നാലമ്പലത്തിൻ്റെ മധ്യത്തിൽ 2 നമസ്കാര മണ്ഡപങ്ങൾ, പടിഞ്ഞാറ് ബലിക്കൽപുര എന്നിവ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. അവയ്ക്കെല്ലാം ഓട് പാകിയ മേൽക്കൂരയുമുണ്ട്. പ്രധാന ശ്രീകോവിലിൽ ലാറ്ററൈറ്റ് ഭിത്തിയുള്ള ഗ്രാനൈറ്റ് അധിഷ്ഠാനവുമുണ്ട്. അതിൻ്റെ ദ്വാരപാലകരെ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കവും കലാമൂല്യവും ത്രസിക്കുന്ന അപാര സൃഷ്ടികളാണ് ഈ 2 ദ്വാരപാലകരും. പ്രധാന ദേവതയായ പരദേവത അഥവാ വേട്ടയ്ക്കൊരു മകൻ പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു. പരദേവതയുടെ വിഗ്രഹം ഏകദേശം 5.5 അടി ഉയരമുള്ള പ്ലാവിൻ്റെ മരത്തിൽ കൊത്തിയെടുത്തതാണ്. തൊട്ടടുത്തായി കാണുന്ന മറ്റൊരു ക്ഷേത്രം ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്തുള്ള ബലിക്കൽപുരയുടെ മേൽക്കൂരയിൽ അതിമനോഹരമായ ദാരുശില്പങ്ങൾ കാണാം. അവിടെ പ്രധാന പാനലിൽ മലയാള മാസങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദാരുശില്പങ്ങളും നവഗ്രഹങ്ങളും പുരാണത്തിലെ കഥാപാത്രങ്ങളെയും വളരെ മികവുറ്റ രീതിയിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. പ്രകൃതി ഛായക്കൂട്ടുകളാൽ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് നൂറ്റാണ്ടുകളായി ആസ്വാദകരെയും ഭക്തരെയും കലാഗവേഷകരെയും ചരിത്ര വിദ്യാർത്ഥികളെയും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളാണിവ. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ പടിപ്പുരയുടെ മേൽക്കൂരയിലുള്ള അതിമനോഹരമായ സൂക്ഷ്മങ്ങളായ ദാരുശില്പങ്ങൾ നമ്മെ കലയുടെയും മഹത്തായ കലാപാരമ്പര്യത്തിൻ്റെയും നിറം മങ്ങാത്ത ചരിത്ര സ്മരണകൾ ഉണർത്തും. പരമ്പരാഗതമായ നിറക്കൂട്ടുകൾ കൊണ്ടുള്ളവയാണ് ഈ രൂപങ്ങൾ. ശ്രീരാമ പട്ടാഭിഷേകം, സീതാ സ്വയംവരം, അനന്തശയനം, ശിവപാർവതി പരിണയം, പാലാഴി മഥനം തുടങ്ങി നിരവധി പുരാണ രംഗങ്ങൾ അവിടെ മരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അപൂർവങ്ങളായ ഇത്തരം ദാരുശില്പങ്ങൾ കേരളത്തിൻ്റെ കലാപാരമ്പര്യം, കലാചരിത്രം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ഈ ക്ഷേത്രം ആദ്യം ആ പ്രദേശത്തെ ഒരു കുടുംബത്തിൻ്റെ തറവാട് ക്ഷേത്രം എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചു വന്നത്. 1992 മുതൽ പൊതുജനങ്ങൾ അടങ്ങിയ ക്ഷേത്ര കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. പുരാവസ്തു പ്രാധാന്യം കണക്കിലെടുത്ത് 1995 കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയും നിരവധി നവീകരണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തു. വരും തലമുറയ്ക്ക് കാണാനും കലാപാരമ്പര്യത്തെ തിരിച്ചറിയാനും ഉള്ള നാടിൻ്റെ അമൂല്യ നിധിയായി ഈ ക്ഷേത്രം മാറിയിരിക്കുകയാണ്.
നൂറ്റാണ്ടുകളുടെ കലാചരിത്രം പേറി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഇത്തരം ചരിത്ര കലാസ്മാരകങ്ങൾ പലതും നാശത്തിൻ്റെ വക്കിലാണ്. അത് സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിക്കേണ്ടിയിരിക്കുന്നു. Mm-hmm.